100% പുലി പിടിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് കേരളത്തിൽ ഇപ്പോൾ ആരാണ് വേട്ടയാടുന്നതെന്നറിയോ? ഇന്ന് വനം വകുപ്പാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മലയോര മേഖലയിലുള്ള ജനങ്ങളെ മുഴുവൻ വേട്ടയാടുന്ന വനം വകുപ്പാണ്. അവിടുത്തെ മൃഗങ്ങളെ അഴിച്ചു വിട്ടേക്കാണല്ലോ. നമ്മൾ സാധാരണ പുലിനെയൊക്കെ അഴിച്ചു വിട്ടു, പട്ടികളെയൊക്കെ അഴിച്ചു വിട്ടിട്ടാണല്ലോ വേട്ടയാടുക. വേട്ടക്കാർ സാധാരണ പോകുന്നത് കുറച്ച് നായ്ക്കളെയൊക്കെ കൊണ്ടുപോകും. എന്തിനാണെന്നറിയോ? അടുത്തുള്ള മയിലുകളെയും മറ്റു സാധനങ്ങളൊക്കെ ഇത് വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് കേരളത്തിലെ വനം വകുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ പുലിനെയും ആനേനെയും കടുവേനെയും ഇന്നലെ വയനാട്ടിലെ ഒരു ആദിവാസി യുവാവിനെ കരടിയാണ് പിടിച്ചത്. കരടി, മനസ്സിലായോ? അപ്പം ഇവിടെ വേട്ടയാടുന്നത് ആരാണ്? വനം വകുപ്പാണ്. ശക്തമായ രീതിയിൽ അവലംബിക്കേണ്ട ഒരു സംവിധാനമാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ വേടനെതിരെ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പറഞ്ഞെന്നറിയോ? വേടൻ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, വേടൻ മൃഗവേട്ട നടത്തി. ഈ എന്ത് അധികാരത്തിൻ്റെ പുറത്ത്, ഏത് തെളിവിൻ്റെ പുറത്താണ് വേടൻ മൃഗവേട്ട നടത്തി എന്നുള്ളൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയുക? ഇവരാരെങ്കിലും കണ്ടോ മൃഗവേട്ട നടത്തുന്നത്? കണ്ടിട്ടില്ലല്ലോ. രാജ്യം വിട്ടുപോകും എന്ന് പറയുന്നതിന് എന്ത് കാരണമുള്ളത്? അതിന് കാരണം എന്താ പറഞ്ഞെന്നറിയോ? കാരണം പറയാനൊരു ഉദ്ദേശം എന്താണെന്നറിയോ? അവരുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ്. അവർ അവിടുന്ന് വന്നവരാണ്. അപ്പോൾ എന്താണ്, അവർ പുലി തമിഴ് പുലികളുടെ ഭാഗമായി എന്നൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി അങ്ങനെയും ചില കാര്യങ്ങളുണ്ടെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പൈസ പറയുന്നത് അങ്ങനെയും ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാരെ ഏർപ്പെടാക്കിയിരിക്കുന്നത് ഈ തമിഴ് പുലികളാണോ? അതെ, ഒരു വിവരവും ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാർ മാത്രമേ ഇരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണം. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരു വളരെ താഴ്ന്ന വിഭാഗത്തിൽ നിന്നും ഒരാൾ ഉയർത്തു വരിക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഇമ്പോസിബിളാണ്. ഞാൻ പറയുന്നത് നമ്മളിപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തോട്ടത്തിലെ പണിക്ക് ഒരു നായരെ വിളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു നായരെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? ഒരു നമ്പൂതിരീനെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? ഒരു ക്രിസ്ത്യാനീനെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? വിളിക്കില്ല. നിങ്ങൾ ആരെയും വിളിക്കുക? നിങ്ങൾ ആദിവാസീനെയും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവനെയും അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നവനെ മാത്രമേ ഉള്ളൂ. ഇന്നും കേരളത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും ഇതിനെ നടക്കുന്നത് അല്ലേ? നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് ഏതെങ്കിലും പട്ടികജാതി വർഗ്ഗക്കാരനെയോ അടിച്ചമർത്തപ്പെട്ടവനെയോ താഴ്ന്ന ജാതിക്കാരനെയോ കൊടുത്ത് അപ്പോയിൻറ്റ് ചെയ്യുമോ? സർക്കാരിൻ്റെ ഏതെങ്കിലും സംവിധാനത്തിൽ അപ്പോയിൻറ്റ് ചെയ്യുമോ? നിങ്ങൾ നോക്കിക്കോളൂ. മന്ത്രിമാരുടെ ഓഫീസ് തുടങ്ങി താഴേക്ക് നോക്കിക്കോളൂ. എവിടെയെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യുമോ? ഒന്നും ചെയ്യില്ല. അവിടെ അടിച്ചു തളിക്കാനും അടിച്ചു വാരാനും ഫയൽ കൊണ്ടു കൊടുക്കാനും ഉപയോഗിക്കുക. കേരളത്തിലെ എയ്ഡഡ് കോളേജിലെ അധ്യാപകരുടെ നിയമനം നോക്കിയാൽ മതി. അതാണ് ഞാൻ പറയുന്നത്. വളരെ കാരണം ഇത് കേരളത്തിൽ ഇമ്പോസിബിളാണ്. ആ സ്ഥലത്താണ് ഒരു സാധാരണ സ്മൃതിയോടെ നേരത്തെ പറഞ്ഞതുപോലെ അവനോട് ചോദിക്കുകയാണ്, നിങ്ങളെ അച്ഛനും അമ്മയൊക്കെ ശാസിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ അമ്മേനും പണി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് പണിക്ക് പോയി ഞങ്ങളെ ശാസിക്കാൻ അവർക്ക് നേരമില്ല. ഞങ്ങളെ ശാസിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്. ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വന്നാലേ എൻ്റെ കുടുംബം പുലർത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി വളരെ ചെറുപ്പത്തിൽ നമുക്കിപ്പോൾ നിസാർ നേരത്തെ പറഞ്ഞ പയ്യെന്ന് വിളിക്കാവുന്ന രീതിയിലേക്കുള്ള വലിപ്പത്തെത്തിയപ്പോഴത്തേക്കും ഇത്രയും ആരാധകരെ ഈ പറയുന്ന സവർണരും മുതിർന്ന ജാതിക്കാരുമുള്ള കേരളത്തിൽ ഇത്രയും ആരാധകരെ പിടിച്ചു പറ്റാൻ ഈ പറഞ്ഞ വേടന് കഴിഞ്ഞിട്ട് അത് ചില്ലറ കാര്യമാണോ? അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം എന്താ അറിയോ? ഇന്നലത്തെ വിഷ്വൽസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അറിയോ, ഒരു പോലീസുകാരൻ കയ്യിൽ പിടിച്ചിരിക്കുന്നു, ഒരു പോലീസുകാരൻ കോളറിൽ പിടിച്ചിരിക്കുന്നു, തള്ളിക്കൊണ്ട് പോവുകയാണ്. എങ്ങോട്ടാണ് അവർ ഈ തള്ളിക്കൊണ്ട് പോകുന്നത്? ഞാൻ പറയുന്നത് ഇത് എന്താണിത്? ഇത് ഒരു ലോകത്തെവിടെയും ഇല്ലാത്ത സംവിധാനമാണ് കേരളത്തിലെ പോലീസിലും ഫോറസ്റ്റ്. ഇതേ കാര്യം സുരേഷ് ഗോപി ആണെങ്കിൽ നിങ്ങൾക്ക് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്നുള്ളതല്ല, മകനാണെങ്കിൽ ഇതേപോലെ പ്രതിഭ MLA മകൻ അരുൺ സാറേ, നിങ്ങളെ കൊണ്ട് ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കാണാൻ കൊള്ളാവുന്ന വൃത്തിയുള്ള വെളുത്ത ഒരാളെ തൊടാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ സിനിമാ നടന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടോ? അവരെ കോളറിൽ കുത്തിപ്പിടിച്ചും കയ്യിൽ പിടിച്ചോട്ടൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടോ? ചുറ്റും നടക്കുകയാണ് ചെയ്യുന്നത്. നടന്നോ എന്ന് പറഞ്ഞിട്ട് എന്ത് അധികാരത്തിൻ്റെ പുറത്താണ്? എങ്ങനെയാണ് ഇവർക്ക് ഈ ധൈര്യം വരുന്നത്? ഒറ്റ കാരണം കൊണ്ടാണെന്ന് പറയുക, ഇവൻ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ബോധ്യം കാരണം. വേടൻ്റെ പുറയിൽ ഈ സാധാരണക്കാരനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ അച്ഛനെയോ അമ്മേനെയോ നിങ്ങൾ കണ്ടില്ല ആ സ്റ്റേഷൻ്റെ അകത്ത്? കണ്ടില്ല. എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? ഇന്ന് വേടൻ പറഞ്ഞ വേറെ എന്നെ വിഷമിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? വീട്ടിൽ തെളിവെടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് അവരോട് ചോദിക്കരുത്, അവർ പാവങ്ങളാണ്. കാരണം അവൻ്റെ മാനസികാവസ്ഥ ആലോചിക്കണം. കാരണം അവൻ്റെ വീട്ടിലിരിക്കുന്ന അവൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ പാവങ്ങളാണ്. അവർക്ക് നിങ്ങളോട് മറുപടി പറയാനുള്ള ശേഷിയില്ല എന്നുള്ളത് കേരളത്തിലെ ഒരു സാധാരണക്കാരായ പാവപ്പെട്ട പയ്യൻ പറഞ്ഞിട്ട് പോകുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമില്ലാത്ത മന്ത്രിയാണ് മന്ത്രിസഭയിലിരിക്കുന്നത്.
മനസ്സിലായില്ലേ? എന്നിട്ട് അതേപോലെ കോടതി പോയി തെളിയിച്ചോളാൻ. ഇദ്ദേഹത്തിന് പറ്റുമായിരിക്കും കോടതി പോയി തെളിയിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഒരു പാവപ്പെട്ടവന് പറ്റില്ല. അവൻ സുപ്രീം കോടതി കണ്ടിട്ടില്ല, അവൻ ഹൈക്കോടതി കണ്ടിട്ടില്ല, അവൻ ജില്ലാ കോടതി കണ്ടിട്ടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വക്കീലിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധ്യമില്ല. ഇതാണ് കേരളത്തിലെ ഫോറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മലയോര മേഖലകളിലും മറ്റു സംവിധാനങ്ങളിലും ഫോറസ്റ്റ് കേസുകളിൽ അകപ്പെട്ടു പോകുന്ന പാവങ്ങൾ അനുഭവിക്കുന്ന വിഷമം കേരളത്തിലെ ഈ പറയുന്ന മന്ത്രിസഭയ്ക്കോ മന്ത്രിക്കോ മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ വേട്ടയാടൽ നടത്തുന്നത് ഈ ഇപ്പോൾ പറയുന്നത് വനം വകുപ്പാണെന്നുള്ളതാണ്. പാവങ്ങളെയാണ് വേട്ടയാടപ്പെടുന്നത്. നിങ്ങൾ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു വലിയ നേതാവിനെ കേസ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. നിങ്ങൾ ഈ പറഞ്ഞ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഈ പറഞ്ഞ NDPS ആക്ടിൻ്റെ അകത്ത് 1.5 ഗ്രാം കഞ്ചാവിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ എന്നൊന്ന് നോക്കുമ്പോൾ ഇവനെ ജാമ്യമില്ലാ കേസിൽ കൊടുക്കാൻ പറ്റുന്ന സംവിധാനം അന്വേഷിക്കുന്ന വീട്ടിലേക്ക് അന്വേഷിക്കുകയാണ് ഇവനെ ഏതിൽ പെടുത്താം. അപ്പോൾ അവളെ കാണുന്നത് ആ ഒരു മഴുവാണ്. അപ്പോൾ പറയുകയാണ് ഇതെന്താ അത് കൊടൂരമായ സംവിധാനത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ആയുധമാണെന്ന് ആയുധം പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലൊന്ന് പോയി തപ്പിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് മാരകായുധമാണെന്ന് പറഞ്ഞ് കേസെടുക്കാൻ തുടങ്ങിയാൽ എന്താ? അത് എടുക്കാതിരുന്നതെന്ന് പറയുന്നത് എടുക്കാതിരിക്കാൻ പേടിച്ചിട്ടല്ല, എടുത്തേനെ. പക്ഷേ എന്താണ്, അതും ഓൺലൈനിൽ വാങ്ങിയതാണെന്ന് ഇവർക്ക് തെളിഞ്ഞു പോയി. വളരെ സാധാരണമായി ഈ ഷോയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വാങ്ങിയ സംവിധാനമാണെന്ന് തെളിഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ പേരിൽ കേസെടുത്തില്ല. അപ്പോഴാണ് ഫോറസ്റ്റുകാരെ കൊണ്ട് എന്നിട്ട് എന്താണ് 2 ദിവസം കസ്റ്റഡി. ഇന്ന് ഞാൻ കേരളത്തിലെ നീതി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതും നീതി ഇല്ലാതായിട്ടില്ല എന്ന് പറയുന്നതിനും കാരണം കേരളത്തിലെ കോടതിക്ക് അത് മനസ്സിലായി എന്നുള്ളതുകൊണ്ടാണ്. ഇന്നത്തെ കോടതി എന്നാലും തിരിഞ്ഞു പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഈ പാവപ്പെട്ട പയ്യൻ ഇന്ന് ജയിലിലാണ് അല്ലേ? എന്ത് കാരണം പറഞ്ഞ് ജയിലിൽ പോകും? ഒറ്റ കാരണമേ ഉണ്ടാവുള്ളൂ, അത് ബ്രാൻഡായി പോയി. കേരളത്തിൽ ഏറ്റവും ഇപ്പം സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലല്ല മൊത്തം സമൂഹത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാരണത്തിൽ ഒരാളുടെ പേരിൽ ഒരു ബ്രാൻഡ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റില്ല. ഒരാളെ ഏറ്റവും സംവിധാനം നടക്കുന്നതാണ്, നിങ്ങൾ ഒരാളെ തകർക്കണം എന്ന് തീരുമാനിച്ചാൽ അവന് ഏതെങ്കിലും കേസിൻ്റെ അകത്തൊരു ബ്രാൻഡ് ആക്കി കഴിയും. ബ്രാൻഡാക്കിയുള്ള ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. അവിടുത്തെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നിങ്ങൾ 50 വർഷമോ 75 വർഷമോ 100 വർഷം കഴിഞ്ഞാൽ ഇത് മാറുന്നില്ല. കാരണം ഇതാ വേടൻ പുലിനഖവുമായി അറസ്റ്റിൽ എന്ന് പറയുന്ന സാധനം സോഷ്യൽ മീഡിയയിൽ കിടക്കും. യൂട്യൂബിൽ വേടെന്ന് സെർച്ച് ചെയ്താൽ വരാൻ പോകുന്നത് ഈ സംവിധാനമാണ്. അതോടുകൂടിയിട്ട് ഇവനെ അറിയാത്ത ആൾക്കാരും മറ്റുള്ള സംവിധാനങ്ങളും വന്ന് ഇത് വേടൻ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ മാത്രം പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരാളല്ലല്ലോ. ഇദ്ദേഹം തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലൊക്കെ പോയി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളല്ലേ. ഈ അവതരിപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം ഈ വേടൻ്റെ കഴുത്തിൽ ഈ മാലയുണ്ട് എന്നുള്ളതാണ്. അപ്പോഴൊന്നും ഇവർ കണ്ടില്ല, ഈ പോലീസും കണ്ടില്ല, ഈ ഫോറസ്റ്റും കണ്ടില്ല. എങ്ങനെയാണ് കണ്ടത്? ഈ കേസിൽ കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാല കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നേരത്തെ പറഞ്ഞ ഒരാളെയും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് നിങ്ങൾക്കൊക്കെ എന്താണ്? നിങ്ങൾക്കിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നാളെ രാവിലെ തുടങ്ങിയിട്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ. വനം വകുപ്പിന് കേസെടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ സംവിധാനം ഉണ്ടാവും. അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ വയനാട് കളക്ടർ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ തൊട്ടുപുറകിൽ 2 ആനക്കൊമ്പാണ് ഇരിക്കുന്നത്. 2 ആനക്കൊമ്പ് തിരിഞ്ഞു നോക്കിയാൽ മതി. എവിടുന്ന ഡോക്യുമെൻ്റ് എന്ന് ചോദിക്കാനുള്ള അധികാരം ഈ പറഞ്ഞ സംവിധാനങ്ങൾക്കില്ലേ? ചോദിക്കുമോ? എത്രയോ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചോദിക്കില്ലല്ലോ. പിന്നെ ഞാൻ ഇതിനൊക്കെ എതിരാണ്. കാരണം എന്താണെന്നറിയോ? ആനക്കൊമ്പ് മേടിച്ച് കത്തിച്ച് കളയുന്ന വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ. കാരണം ആനക്കൊമ്പ് ലോകങ്ങളെല്ലാം ഇത്രയധികം ടെക്നോളജി വളർന്നിരിക്കുന്ന കാലത്ത് നമ്മുടെ വനം വകുപ്പ് എന്താ ചെയ്യുന്നതെന്നറിയോ? ആനക്കൊമ്പ് എല്ലാം കൂടി ശേഖരിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കത്തിച്ച് കളയും. കത്തിച്ച് കളഞ്ഞാൽ ആ പ്രശ്നം തീർന്നു, ആ പ്രശ്നം അവസാനിച്ചു. എന്ത് എളുപ്പമുള്ള പരിപാടിയാണ് അല്ലേ? വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഇതിൻ്റെ മൂല്യം എന്താണെന്നും ഇത് വരും സമൂഹത്തിൽ ഇതൊരു എന്താണ് ഇങ്ങനെയൊരു നമ്മൾ ഇന്നത്തെ കാലത്ത് ഇത് ദിനോസറിൻ്റെയൊക്കെ പല്ല് നട്ടല് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ദുബായിൽ പോയിട്ട് ദുബായ് മാളിൽ ചെന്ന് നോക്കിയിട്ട് വലിയ ദിനോസറിൻ്റെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അന്നത്തെ ജനങ്ങൾ ഇതെല്ലാം കൂടി എടുത്ത് കൂട്ടി കത്തിച്ച് കളഞ്ഞിരുന്നെങ്കിലോ? കേരളത്തിലെ വനം വകുപ്പ് ചെയ്യുന്ന കാര്യം പറയുന്നത്. അപ്പോൾ എന്താണ്? അപ്പം ഏതോ വിവരമില്ലാത്ത ഒരാൾ ഇത് സംവിധാനം ഉണ്ടാക്കുക, അത് കത്തിച്ച് കളഞ്ഞാൽ പ്രശ്നമില്ല. ഇങ്ങനൊരു ഇനി എന്താണ് കേരളത്തിൽ ഇനി വനം വകുപ്പ് കിട്ടാൻ മാർഗ്ഗങ്ങളില്ല. കാരണം വന്യജീവി നിയമം അനുസരിച്ചിട്ട് ഒരു വനം വകുപ്പിലുള്ള ഒരു മൃഗത്തെ വേട്ടയാടി എന്താണ് അതിൻ്റെ പല്ലോ നഖവോ അല്ലെങ്കിൽ ഒരു സംവിധാനം എടുക്കാൻ നിയമമില്ലല്ലോ. അങ്ങനെ ഇനി ഞങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനൊരു സാധനം കിട്ടില്ല. ഇപ്പോൾ ഉള്ളത് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഉള്ളത് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. എത്ര ബുദ്ധിമോശത്തോടു കൂടിയിട്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരിക്കലും ഈ പറയുന്ന പാവപ്പെട്ടവരെ വേട്ടയാടുന്ന പരിപാടി സർക്കാർ നിർത്തുക എന്നുള്ളതാണ്. ഞാൻ വേറൊരു കാര്യം പറയുന്നത് അറിയോ? ഇവർ ഉദ്യോഗസ്ഥന്മാരെ തലയിലിട്ട് ഊരുന്ന പരിപാടി ഫസ്റ്റ് നിർത്തുക. ഇതിനെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സംവിധാനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ ഇവരെ ആ തലപ്പത്തിരിക്കുന്നത്. ആ ആളല്ല പറയേണ്ടത് നിങ്ങൾ കോടതി പോയി തെളിയിച്ചോ എന്നുള്ളത്. അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റണം. ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ഈ രീതിയിലാണ് ഇതിനെ അന്വേഷണം നടത്തിക്കൊണ്ട് പോകേണ്ടത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ ഈ പറയുന്ന മന്ത്രിക്ക് പറ്റണം. അല്ലാതെ എന്താണ് നിങ്ങൾ കോടതി പോയി തെളിയിച്ചോ എന്ന് പറഞ്ഞിട്ട് കോടതി എല്ലാം കൂടി എടുത്ത് ചവിട്ടിയോട്ടെല്ലാം ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നേരെ വേടനെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. ഇന്ന് ഇറങ്ങിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? വേടനെ സപ്പോർട്ട് ചെയ്യുക വനം വകുപ്പ് മന്ത്രി. ഏത് കേസിലാണ്? വനം വകുപ്പ് മന്ത്രിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുലിപ്പല്ലി പിടിച്ച കേസിൽ വനം വകുപ്പ് സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കാണ്. ഇത് നേരത്തെ അല്ലേ ചെയ്യേണ്ടത്?
ചെയ്യേണ്ടിയിരുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യുന്നതിന് മുന്നേ അല്ലേ ചെയ്യേണ്ടിയിരുന്നത്. ഇന്ന് ആ കേസിനകത്ത് വേടനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പറയുന്നില്ല വനം വകുപ്പ് സപ്പോർട്ട് ചെയ്ത് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വന്നത്? വേടനെ കോടതി പുറത്തിറക്കി വിട്ടു. കോടതി പുറത്തിറക്കി വിട്ടാൽ വേടൻ്റെ നാക്കിൽ നിന്ന് വരുന്നത് എന്താണ്? വാക്ക് എന്ന് പറയുന്നത് മൂർച്ചയുള്ള വാക്കുകളായിരിക്കും എന്നുള്ളത് മനസ്സിലായി. വേടൻ പറഞ്ഞ ഒറ്റ കാറ്റിൽ ഞാൻ അവസാനിപ്പിക്കാം. എന്താ പറഞ്ഞത്? എന്താണ്? ഞാൻ ഇത് ചെയ്യില്ല, ഇനി ചെയ്യാതെ ശ്രദ്ധിക്കാം എന്നുള്ളത്, ഞാൻ തിരുത്താൻ നോക്കാമെന്നുള്ളത്. 2 വാക്ക് മതി. കാരണം എന്താ? ആ വാക്കിന് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി സർക്കാർ ഇനിയെങ്കിലും ഇതുപോലെയുള്ള, ഞാൻ അരുൺ സാർ നേരത്തെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. എന്താണ്? ഇതെല്ലാം ഈ സർക്കാരിന് വരുത്തി വയ്ക്കുന്ന വീഴ്ച വലുതാണ്. ഇത് ഏത് വകുപ്പിൻ്റെ കയ്യിൽ നിന്നും? ഒറ്റ ഒരു വകുപ്പിൻ്റെ കയ്യിൽ നിന്നാണ്. അത് വനം വകുപ്പാണ്. അത് ഇന്നും സർക്കാർ മനസ്സിലാകുന്നില്ല. ഏതോ ശക്തിയുടെ പേരിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ആ ശക്തി ഇനിയും പോയാൽ വലിയ കുഴിയിൽ വീഴുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.